ഇപ്പോൾ സമയം രാവിലെ 5:30 ആയിട്ടുണ്ട്. ഞങ്ങളിത് ട്രെയിനിലാണ്, വേണാട് എക്സ്പ്രസ്സിലാണ്. ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. എന്തിനാണ് എറണാകുളത്ത് പോകുന്നതെന്ന് വെച്ചാൽ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. ജസ്റ്റ് ഓണക്കോടിയൊക്കെ കൊണ്ട് അവളെയും ഒന്ന് കണ്ടിട്ടൊക്കെ വരാമെന്ന് വെച്ചിട്ട് ഞാനും അച്ഛനും കൂടെ പോവുകയാണ്. അമ്മയെ കൊണ്ടുപോയിട്ടില്ല, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ട്രെയിൻ ട്രാവലൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അമ്മയെ വീട്ടിലിരുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരായിട്ട് പോവാണ്. പോയി നാളെ തന്നെ തിരിച്ച് അവിടെ നിന്ന് വരണം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല നമുക്ക് മനസ്സിന് ഭയങ്കര കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ട്രെയിനിലുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ 5:30 ട്രെയിൻ കയറി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. കോട്ടയം വഴി കറങ്ങിപ്പോകുന്ന ട്രെയിനായിരുന്നു, വേണാട് എക്സ്പ്രസ് ആണിത്. അപ്പോൾ ഞങ്ങൾ 10 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. പിന്നെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഒന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു, കാപ്പി. കാരണം രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടയേർഡും ആയിരുന്നു. ഇരിക്കാൻ സീറ്റ് ഉണ്ടെങ്കിൽ പോലും യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ക്ഷീണം വരുമല്ലോ, അതാണ് എൻ്റെ മുഖം ഒരു വല്ലാണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പിന്നെ നേരെ വീട്ടിൽ പോയി. പിന്നെ അവിടെ നിന്ന് ചേട്ടനും ഞാനും അച്ഛനുമായിട്ട് ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോത്തീസിലൊക്കെ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് വരുന്നവർക്ക് ഷിബിനെയും പിക്ക് ചെയ്തു. ഷിബി ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ലീവ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ അവളൊരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും അവൾ അവിടെ നിന്ന് പിക്ക് ചെയ്ത്. അവൾ വർക്ക് ചെയ്യുന്നത് ഒരു ഓഫീസിലാണ്, മറ്റേ മുത്തൂറ്റിൻ്റെ ഒരു ഓഫീസിലാണ് അവൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതേ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് കേട്ടോ ഇവളുടെ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവളെയും വിളിച്ചോണ്ട് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇന്ന് ഒരുപാട് നാളിന് ശേഷമാണ് ഷിബിയെ കാണുന്നത്. അപ്പോൾ ആ കണ്ട സന്തോഷത്തിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ വീട്ടിൽ എത്തിയായിരുന്നു കേട്ടോ. വീട്ടിൽ എത്തിയ ഉടനെ അവൾ പറപറാൻ ജോലിയൊക്കെ നോക്കിയാണ്. ഞങ്ങൾക്ക് ചായ ഇട്ടിരുന്നു, ചോറ് വയ്ക്കാനുള്ള പുറപ്പാടൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഒന്ന് അന്തം വിട്ട്, ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഷിബി എന്നും പറഞ്ഞിട്ട്. പൊതുവെ ഈ വക ജോലികളൊന്നും ഷിബി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ജോലി കഴിഞ്ഞ് വന്നാൽ ഉടനെ അവൾക്ക് റെസ്റ്റ് എടുക്കണം. ഇവിടെ ഇപ്പോൾ ഭയങ്കര ജോലി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നായിരുന്നു കേട്ടോ. ഷിബിയുടെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയാണ് ലക്ഷ്മി ചേച്ചി. ചേച്ചിയുടെ വീട്ടിൽ വന്നായിരുന്നു. അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് കുറേ നേരം ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ തന്നെ വാവിയായിട്ട് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇതാണ് അമ്മു ചേച്ചിയുടെ മോളാണ്, ലക്ഷ്മി ചേച്ചിയുടെ മോളാണ്. സംഭവം ഇവളുമായിട്ട് കുറേ നേരം കളിച്ച് അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്ത കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരു കോമഡി ഉണ്ടായിരുന്നേ. അവൾക്ക് എൻ്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അമ്മ കഴിക്കട്ടെ? ഇല്ല, ഞാൻ അമ്മ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു പാർക്കിലോട്ട് പോയായിരുന്നു. പാർക്കിലൊക്കെ പോയിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത്. 12 മണിയൊക്കെ കഴിഞ്ഞാൽ ആ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ടാ.